മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നതാണ് നിയമം എന്നാണ് രണ്ടാമത്തെ പ്രചരണം. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന നിയമമല്ല ഇത്. കാരണം ഈ രാജ്യത്ത് ഒരാൾക്ക് പൗരത്വം വേണമെങ്കിൽ ആ പൗരത്വത്തിന് സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചുള്ള വ്യവസ്ഥകളോടുകൂടി അപേക്ഷിച്ചാൽ മതത്തിനതീതമായ ഏതൊരാൾക്കും പൗരത്വം കിട്ടും. രാജ്യത്തിൻ്റെ പൗരത്വത്തിന് അന്നും ഇന്നും മതം ബാധകമേ അല്ല. അന്നും ബാധകമല്ല, ഇന്നും ബാധകമല്ല, ഒരു ഘട്ടത്തിലും ബാധകമാവുകയുമില്ല. രാജ്യത്തിലെ പൗരത്വം ലഭിക്കാൻ മതത്തിൻ്റെ മേലങ്കി ആവശ്യമേ ഇല്ല. എല്ലാവർക്കും മതം കിട്ടും, എല്ലാവർക്കും പൗരത്വം കിട്ടും. ഈ നിയമം 1948 നെഹ്റു ലിയാഖത്ത് പാക്റ്റിൻ്റെ ഭാഗമായി 60 കൊല്ലക്കാലം രാജ്യം നടപ്പിലാക്കാതെ പോയിട്ടുള്ള ഒരു നിയമത്തിന് സാധൂകരണം കൊടുക്കാനാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. 48 പാക്റ്റിൽ പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് മതപരമായ വിവേചനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ രാജ്യത്തിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കണം എന്നുള്ളതാണ് നിയമം. അത് പാകിസ്ഥാനും ഇന്ത്യക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ഒരു കരാറാണ്. ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും മതപരമായിട്ടുള്ള വിവേചനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗം പാകിസ്ഥാനിൽ പോയാലും പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗം ഇന്ത്യയിലേക്ക് വന്നാലും അവരെ അതാത് രാജ്യത്തെ പൗരന്മാരായി പരിഗണിക്കുമെന്നുള്ളത് 48 നെഹ്റു ലിയാഖത്ത് പാക്റ്റാണ്. വി.ഡി. സതീശൻ ഈ പാക്റ്റിനെ തള്ളിപ്പറയുകയാണോ? കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് നേതൃത്വം ഇതിനെ തള്ളിപ്പറയുകയാണോ? തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ നെഹ്റുവിനെ തള്ളിപ്പറയുക എന്നാണ് അർത്ഥം. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് നിയമമായില്ല. അത് നിയമമാക്കണമെന്ന് ഈ രാജ്യത്ത് പല സന്ദർഭത്തിൽ ആവർത്തിച്ചാവശ്യപ്പെട്ടത് കോൺഗ്രസും CPM-ഉമാണ്. 2003 അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് ഡോക്ടർ മൻമോഹൻ സിംഗ്, അന്നത്തെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിക്ക് അയച്ചിട്ടുള്ള കത്തുണ്ട്, ഡോക്യുമെൻ്റാണ്. ആ കത്തിൽ ഈ നിയമ ഭേദഗതി ഉണ്ടാവണം എന്ന് ആ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. CPM-ന്റെ അന്നത്തെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ട് 2005 പ്രധാനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന് രേഖാമൂലം നൽകിയിട്ടുള്ള കത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഹിന്ദു അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാൻ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് രേഖാമൂലം കത്ത് മുഖേന ഡോക്ടർ മൻമോഹൻ സിംഗിനോട് ആവശ്യപ്പെട്ടത് പ്രകാശ് കാരാട്ടാണ്. ഈ കോഴിക്കോട് കടപ്പുറത്ത് ചേർന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ, ഈ പാർട്ടി കോൺഗ്രസ്, ആ പാർട്ടി കോൺഗ്രസ്സിലെ CPM-ന്റെ രാഷ്ട്രീയ പ്രമേയമുണ്ട്. ആ രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം കൊടുക്കാൻ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് പാസാക്കിയ പ്രമേയമാണ്. ഇത്രയും ആവശ്യങ്ങൾ കോൺഗ്രസ് CPM ഉന്നയിച്ചതാണ്. അത് ഉന്നയിച്ചതിന് ശേഷമാണ് രാജ്യത്തിലെ പാർലമെൻറ്റിൽ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നിയമം 3 രാജ്യങ്ങളിലെ 5 മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടുത്തെ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, പാഴ്സി വിഭാഗത്തിൽപ്പെട്ടവർ, ജൈന വിഭാഗത്തിൽപ്പെട്ടവർ, ബുദ്ധമതത്തിൽപ്പെട്ടവർ, ഈ വിഭാഗത്തിൽപ്പെട്ട ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും റിലീജിയസ് പെർസിക്യൂഷന് വിധേയമാകുന്നത്. അത് BJP ഗവൺമെൻറ്റിൻ്റെ കണ്ടെത്തലല്ല, അത് UN ചാർട്ടറിൻ്റെ കണ്ടെത്തലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയത്തിൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും റിലീജിയസ് പെർസിക്യൂഷന് വിധേയമാകുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഏതാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയത്തിലാണ് ഈ 5 മതവിഭാഗങ്ങളെ അടയാളപ്പെടുത്തിയത്. ഈ 5 മതവിഭാഗങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താൻ എല്ലാ അംഗരാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിലാണ് പറയുന്നത്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലെ ഒരു അംഗരാജ്യമാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2019 ഈ ഗവൺമെൻറ് ഈ നിയമം, ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. രാജ്യസഭയിലും ലോകസഭയിലും വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി.
പ്രതിപക്ഷ പാർട്ടികളെ എംപിമാർ അമെൻമെൻറ്റുകൾ അവതരിപ്പിച്ചു. ആ അമെൻമെൻറ്റുകൾ ഗവൺമെൻറ്റിന് സ്വീകാര്യമായിട്ടുള്ള അമെൻമെൻറ്റുകൾ അത് സ്വീകരിച്ചു. അതിനുശേഷം രണ്ട് സഭയും വോട്ടിനിട്ട് പാസ്സാക്കി. രാഷ്ട്രപതി ആ ബില്ലിന് അംഗീകാരം കൊടുത്തതോടുകൂടി അത് നിയമമായി.